അങ്ങനെയിരിക്കുമ്പോൾ ഇമ്രാൻഖാനെ അങ്ങ് കൊന്നുകളയും. ആ വാർത്തയും വിശകലനങ്ങളുമായി മാധ്യമങ്ങൾ കളം പിടിക്കും. 1-2 ദിവസം കഴിയുമ്പോൾ ഇമ്രാൻഖാൻ ജീവനോടെ ഉണ്ട് എന്ന് ബന്ധുക്കൾ പറയും. അത് തീർത്തും അപ്രധാനമായി എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കും. ജയിലിലുള്ള പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ കൊന്നു കളയുന്നത് ഇന്ത്യൻ മാധ്യമങ്ങൾ ആണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 25-ന് അഡിയാല ജയിലിൽ ഇമ്രാൻഖാൻ മരിച്ചു എന്നായിരുന്നു വാർത്ത. അഫ്ഗാനിസ്ഥാനിലെ ഒരു മാധ്യമം ഇമ്രാൻഖാൻ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്ത്യയിലെ റിപ്പോർട്ടുകളെല്ലാം. അഫ്ഗാനിസ്ഥാനിലെ ഏത് മാധ്യമമാണെന്ന് ഒരിടത്തും പരാമർശിച്ചിരുന്നില്ല. പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഉറപ്പാകാത്ത ഒരു വാർത്ത എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത്? ഇമ്രാൻഖാനെ ഇടയ്ക്കൊക്കെ കൊന്നുകളയുന്ന ഇന്ത്യൻ മാധ്യമങ്ങളെക്കുറിച്ചുള്ള സത്യം പറയട്ടെ. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏത് വാർത്തയാണെങ്കിലും എത്ര അസത്യവും പറയാമെന്നാണോ? അങ്ങനെ തോന്നും ഈയിടെ ആവർത്തിക്കുന്ന വാർത്തകൾ കണ്ടാൽ. നേരത്തെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇടയ്ക്കൊക്കെ കൊല്ലാറുള്ളത് ദാവൂദ് ഇബ്രാഹിമിനെയാണ്. ഇന്ത്യയിൽ വലിയ വാർത്താ സ്വാധീനമുണ്ടെന്നതിനാൽ ദാവൂദുമായി ബന്ധപ്പെട്ടതെന്തും ഏതു വിധത്തിലും കൊടുക്കുന്നത് ഇവിടെ ശീലമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 3 ഡസൻ തവണയാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യൻ മാധ്യമങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഈ വർഷം മേയിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന് വ്യാപകമായി വാർത്തകൾ വന്നു. വിഷം കൊടുത്തു കൊന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ കുറിപ്പിനൊപ്പമാണ് വ്യാജ വാർത്ത പ്രചരിച്ചത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുറിപ്പ് വ്യാജമാണെന്ന് വ്യക്തമാകുമായിരുന്നു. മുൻ പ്രധാനമന്ത്രിയുടെ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോഴെങ്കിലും പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തു നിൽക്കേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഇമ്രാൻഖാന് പരിക്കേറ്റതായി ഈ വർഷം നിരവധി വീഡിയോകൾ പുറത്തുവന്നു. ജയിലിൽ ക്രൂരമർദ്ദനമേൽക്കുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഫാക്ട് ചെക്ക് ഗ്രൂപ്പുകൾ പിന്നീട് നടത്തിയ പരിശോധനയിൽ 2013 വീഡിയോയാണ് എല്ലാം എന്ന് വ്യക്തമായി. ഒരു പ്രചാരണ റാലിക്കിടെ ഇമ്രാൻഖാന് പരിക്കേറ്റ വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ കാണിച്ചാണ് ജയിലിൽ 2025 മർദ്ദനമേറ്റു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പലതവണ ഇത് ആവർത്തിച്ചു. ഒരു തവണ പോലും വസ്തുത എന്താണെന്ന് പരിശോധിക്കാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നാണ് പാകിസ്ഥാൻ പരിഹസിക്കുന്നത്. നടൻ ധർമ്മേന്ദ്ര മരിച്ചുവെന്ന് നവംബറിൽ 2 തവണയാണ് വ്യാജ വാർത്ത ഉണ്ടായത്. ഒരു മാധ്യമം കൊടുക്കും, മറ്റുള്ളവരെല്ലാം അത് ഏറ്റെടുക്കും. ആ വാർത്തകൾ വന്ന സമയത്തൊക്കെ ധർമ്മേന്ദ്ര ജീവനോടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ധർമ്മേന്ദ്രയെ കൊല്ലും മുൻപ് ഒരു തവണയെങ്കിലും ആശുപത്രിയിലോ ബന്ധുക്കളോടോ വിളിച്ചു ചോദിച്ചിരുന്നെങ്കിൽ വസ്തുത മനസ്സിലാകുമായിരുന്നു. തെറ്റായ വിവരം കിട്ടി ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്താൽ അത് ഏറ്റെടുത്ത് നൽകുകയാണ് മറ്റു മാധ്യമങ്ങൾ. പാകിസ്ഥാനിലെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു വാർത്തയ്ക്കും സ്ഥിരീകരണം വേണ്ട എന്ന നിലയിലാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ. പാകിസ്ഥാനിലാണെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ നടക്കും എന്നാണ് ഇവിടുത്തെ നിലപാട്. ഇത്തവണ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നത് 3 സഹോദരിമാർ പ്രതിഷേധിക്കുന്നതിനിടെയാണ്. നൊറീൻ നിയാസി, അലീമ ഖാൻ, ഡോക്ടർ ഉസ്മാ ഖാൻ എന്നീ സഹോദരിമാരാണ് ഇമ്രാൻഖാനെ കാണാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് റാവൽപിണ്ടിയിലെ ജയിലിന് മുന്നിലെത്തിയത്. അവർ പാകിസ്ഥാനിലെ പഞ്ചാബ് IG ഉസ്മാൻ അൻവറിന് ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു. ജയിലിന് പുറത്ത് തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിനെതിരെ ആയിരുന്നു പരാതി. ഈ പരാതി പോലും ഇമ്രാൻഖാന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ കൊടുത്തു. ഇമ്രാൻഖാന് ഇപ്പോൾ 73 വയസ്സായി. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അവയൊക്കെ ഉള്ളപ്പോൾ തന്നെ മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ജയിലിൽ കിട്ടുന്ന പരിഗണനയുണ്ട്. അതെല്ലാം നൽകുന്നുണ്ടെന്നാണ് അവിടുത്തെ സർക്കാർ പറയുന്നത്. അത് അവിശ്വസിക്കാൻ മാത്രമുള്ള ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല. പാകിസ്ഥാനിലെ നിയമവും നീതി സംവിധാനങ്ങളും നേർരേഖയിൽ സഞ്ചരിക്കുന്നവയൊന്നുമല്ല. അങ്ങനെ നേർരേഖയിൽ സഞ്ചരിക്കുമായിരുന്നെങ്കിൽ ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിൽ കിടക്കുമായിരുന്നില്ല. പക്ഷേ ഇമ്രാൻഖാനെ പോലെ അവിടെ ജനപ്രിയനായ ഒരു നേതാവിനെ ജയിലിലിട്ട് കൊന്നുകളയാൻ ആ സർക്കാരിന് കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ രാജ്യാന്തര വിലക്കുകളും ഉപരോധങ്ങളും വരും. ഇപ്പോൾ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാൻ വലിയ കുരുക്കുകളിലേക്ക് വീഴുകയും ചെയ്യും. 2023 ജയിലിലായ ഇമ്രാൻഖാൻ ഇപ്പോൾ 14 വർഷത്തെ തടവ് ശിക്ഷയാണ് ഏറ്റുവാങ്ങുന്നത്. ഡസൻ കണക്കിന് കേസുകളാണ് ഇമ്രാൻഖാനെതിരെയുള്ളത്. അതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇമ്രാൻഖാനെ ജയിലിനുള്ളിൽ തന്നെ കിടത്തുക എന്നത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ആവശ്യമാണ്.
ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇപ്പോഴത്തെ പട്ടാള മേധാവി അസിം മുനീറുമായി കടുത്ത ശത്രുതയിലായിരുന്നു. ആ ശത്രുതയുടെ കൂടി കഥ ഉള്ളതിനാലാണ് ഇമ്രാൻഖാനെ കൊന്നുകളഞ്ഞു എന്ന കഥ വ്യാപകമായി പ്രചരിക്കുന്നത്. പാകിസ്ഥാനിലെ ജനാധിപത്യവും മനുഷ്യാവകാശവും ഒക്കെ പട്ടാളം തീരുമാനിക്കുന്നത് വരെയുള്ളൂ. അതൊരു പച്ച പരമാർത്ഥമാണ് എന്ന് കരുതി പാകിസ്ഥാനെ കുറിച്ച് എന്തും എഴുതാമെന്നും പറയാമെന്നും ചിന്തിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ ഒരു രാഷ്ട്രം എന്ന നിലയിൽ നിലനിൽക്കാൻ ചില ഉത്തരവാദിത്തങ്ങളൊക്കെയുണ്ട്. മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കുന്നുവെന്നും നിയമവും നീതിയും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ലോകത്തിനു കൂടി ബോധ്യമാകണം. പാകിസ്ഥാന് മാത്രമല്ല, എല്ലാ രാജ്യങ്ങൾക്കും അത്തരം നീതി ബാധകമാണ്. അത് പൂർണ്ണമായും ലംഘിച്ച് പാകിസ്ഥാൻ എന്തും ചെയ്യാൻ കഴിയില്ല. നവംബർ 4-ന് ശേഷം ഇമ്രാൻഖാനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമായിരുന്നു തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിയുടെ പരാതി. ആ തീയതി വരെ ബന്ധുക്കളും പാർട്ടി നേതാക്കളുമൊക്കെ ഇമ്രാൻഖാനെ കണ്ടിട്ടുണ്ട്. ഈ തീയതിക്ക് ശേഷം കാണാൻ നൽകിയ അപേക്ഷകൾ നിരസിച്ചു. മാസത്തിൽ ഒരിക്കൽ മാത്രമേ അനുവാദം നൽകാനാകൂ എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അപേക്ഷകൾ തള്ളിയത്. ഇതോടെയാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വിധത്തിൽ വാർത്ത പരന്നത്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന് വാർത്ത നൽകി. ആ റിപ്പോർട്ടുകളെല്ലാം ഈ മാധ്യമങ്ങളിൽ തന്നെയാണ് വന്നത്. അവ പാകിസ്ഥാനിൽ ഒരിടത്തും വന്നിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിലെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞതല്ലാതെ അതേത് മാധ്യമമാണെന്ന് പോലും ഒന്നിലും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഈ ബഹളം പാകിസ്ഥാനിലും എത്തി. അതോടെയാണ് തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒടുവിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത നേരത്തെ പ്രതിഷേധിച്ച സഹോദരി തന്നെ തിരുത്തി. ഇമ്രാൻഖാന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ജയിലിൽ അസൗകര്യമില്ലെന്നും അവർ തന്നെ ലോകത്തെ അറിയിച്ചു. പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തും നമുക്ക് വാർത്തയാണ്. പക്ഷേ അതിനുവേണ്ടി എന്തും എഴുതിവിടാമോ എന്നതാണ് ചോദ്യം. നമസ്കാരം.